ഗാസ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പട്ടിണി മരണങ്ങൾ വർദ്ധിക്കുന്നു. വെടിനിർത്തൽ ചർച്ചകൾ പോലും നടക്കുന്നില്ല. ഹമാസിനെ നശിപ്പിക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡുകളിൽ ഒന്ന് ഹമാസിൻ്റെ നിരായുധീകരണമാണ്. എന്നാൽ നിരായുധീകരണ നിർദ്ദേശം ഹമാസ് തള്ളിയിട്ടുണ്ട്. മാത്രമല്ല, ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നെതന്യാഹു. പദ്ധതിയുമായി നെതന്യാഹു മുന്നോട്ട് പോയാൽ അത് പലസ്തീൻ ജനതയുടെ സർവനാശത്തിലേക്കാവും നയിക്കുക എന്ന ആശങ്കകളും ഉയരുന്നുണ്ട്. അതിനിടെയാണ് വലിയ ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു റിപ്പോർട്ട് വരുന്നത്. ഹമാസും ഈജിപ്തുമായി ഭിന്നത വർദ്ധിക്കുന്നതായി മിഡിൽ ഈസ്റ്റായി റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസ സമാധാന ചർച്ചകളിലെ പ്രധാന പങ്കാളിയാണ് ഈജിപ്റ്റ്. ഹമാസിനെ നിരായുധീകരിക്കാനുള്ള നിർദ്ദേശങ്ങളെ ഈജിപ്റ്റ് പിന്തുണച്ചതാണ് ഹമാസിനെ പ്രകോപിപ്പിച്ചത്. ഇതോടെ വെടിനിർത്തൽ ചർച്ചകൾ പ്രതിസന്ധിയിലായെന്നും ഈജിപ്തിലെയും പലസ്തീനിലെയും അധികൃതരെ ഉദ്ധരിച്ച് മിഡിൽ ഈസ്റ്റായി റിപ്പോർട്ട് ചെയ്യുന്നു. ഏപ്രിൽ അവസാനം ദോഹയിൽ വെച്ച് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്നും ഗാസയിൽ നിന്ന് പോരാളികളെ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഭിന്നത ഉടലെടുത്തത്. ഹമാസ് ഈ നിലപാട് തള്ളുകയും ചെയ്തു. നിരായുധീകരണത്തിനുള്ള നീക്കം അമേരിക്കയിൽ നിന്നും പ്രധാന അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തെ തുടർന്നാണ്. ജൂലൈ 29 സൗദി അറേബ്യ, ഖത്തർ, തുർക്കി, അറബ് ലീഗ് എന്നിവരുമായി ചേർന്ന് ഈജിപ്റ്റ് ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ അംഗീകരിച്ചിരുന്നു. ഗാസയുടെ നിയന്ത്രണം ഉപേക്ഷിച്ച് പലസ്തീൻ അതോറിറ്റിക്ക് ആയുധങ്ങൾ കൈമാറാൻ ഹമാസിനോട് ആവശ്യപ്പെടുന്നതാണ് ന്യൂയോർക്ക് പ്രഖ്യാപനം. എന്നാൽ നിരായുധീകരണത്തെ വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധിപ്പിക്കുന്നതിനെ ഈജിപ്റ്റ് തുടക്കത്തിൽ തന്നെ എതിർത്തിരുന്നതായും ഈജിപ്റ്റ് വ്യക്തമാക്കുന്നു. എന്നാൽ പിന്നീട് ഈജിപ്റ്റ് വ്യക്തമാക്കി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നുമുള്ള നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു ഈജിപ്തിൻ്റെ ഈ നിലപാട് മാറ്റം. തുടർന്നാണ് കീഴടങ്ങൽ എന്ന് വിശേഷിപ്പിക്കുന്ന നിർദ്ദേശത്തോട് ഈജിപ്റ്റ് അനുകൂല നിലപാട് സ്വീകരിക്കാൻ തുടങ്ങിയത്. നേരത്തെ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഹമാസ് നിരായുധീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഈജിപ്റ്റ് തള്ളിയിരുന്നു. മാസങ്ങൾ നീണ്ട സൈനിക നടപടികളിലൂടെ ഇസ്രായേലിന് നേടാൻ കഴിയാത്തത് മധ്യസ്ഥരിലൂടെ നേടിയെടുക്കാൻ ആവശ്യപ്പെടുന്നത് യുക്തിരഹിതമാണെന്നായിരുന്നു ഈജിപ്തിൻ്റെ മുൻ നിലപാട്. ഈ നിലപാടിൽ നിന്നാണ് ഈജിപ്റ്റ് ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുന്നത്. ഗാസയിലെ വഷളാകുന്ന മാനുഷിക പ്രതിസന്ധിയും നയതന്ത്ര ചാനലുകളുടെ തകർച്ചയും നയമാറ്റത്തിന് കാരണമായതായി ഈജിപ്തിലെ 2 നയതന്ത്ര വൃത്തങ്ങൾ പറഞ്ഞതായി മിഡിൽ ഈസ്റ്റായി റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസയിലെ ജനങ്ങളെ വടക്കൻ സിനായിലേക്ക് ബലമായി മാറ്റിപ്പറപ്പിക്കാനുള്ള ഇസ്രായേലിൻ്റെ ശ്രമങ്ങളിൽ ഈജിപ്തിന് ആശങ്കയുണ്ട്. 1,00,000-ലധികം കുടിയിറക്കപ്പെട്ട ആളുകളെ പാർപ്പിക്കുന്നതിനായി ഇസ്രായേലിൻ്റെ അതിർത്തിക്കടുത്തുള്ള റാഫ പ്രദേശത്ത് ഒരു വലിയ ക്യാമ്പ് നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ ഈജിപ്റ്റ് ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. പലരും ഇതിനെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഗാസ കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ ഈജിപ്തും ഹമാസും തമ്മിലുള്ള ഭിന്നത കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നാണ് വിലയിരുത്തൽ.